all, merindavid's lecturenotes ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് ഗേറ്റ് സീരീസ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. ഗേറ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് റിലേറ്റഡ് കോണ്ടൻ്റ് ആണ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ ഏരിയ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഗേറ്റ് 2021 സീരീസിലേക്ക് നമുക്ക് കടക്കാം. യൂഷ്വലി ഗേറ്റ് എഴുതുന്നത് രണ്ട് തരം ആൾക്കാരാണ്. ഒന്ന്, നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഗേറ്റ് എലിജിബിൾ ആകണം, അല്ലെങ്കിൽ ഗേറ്റ് നല്ലപോലെ സ്കോർ ചെയ്യണം, അതുവഴി എംടെക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PSUവിൽ ജോലി നേടണം എന്ന് ആഗ്രഹിച്ച് എഴുതുന്നവരാണ്. അവർ കുറേ നാൾ മുന്നേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും, നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ വെറുതെ ഒരു പ്രിപ്പറേഷനും അങ്ങനെ സീരിയസ് ആയി ചെയ്യാതെ എല്ലാവരും എഴുതുന്നത് കൊണ്ട് ഞാനും എഴുതുന്നു, ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്നുള്ള മൈൻഡിൽ ട്രൈ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ടിപ്സ് ഫോർ ഗേറ്റ് 2021 ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഫസ്റ്റ് തിങ്, നിങ്ങൾ സിലബസും എക്സാം പാറ്റേണും ഒന്ന് നോക്കി വെച്ചേക്കണം. സെക്കൻഡ്, ആദ്യമേ തന്നെ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ് ലെവൽ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അറിയാത്ത കോൺസെപ്റ്റ്സ്, അതല്ലെങ്കിൽ പഠിക്കണമെന്ന് തോന്നുന്ന കോൺസെപ്റ്റ്സ് പഠിക്കുക, മറന്നുപോയി എന്ന് തോന്നുന്ന കോൺസെപ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രാജുവേഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് എവറിത്തിങ് ഇസ് അവൈലബിൾ ഓൺലൈൻ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മാത്തമാറ്റിക്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വീക്കാണെന്ന് തോന്നിയാൽ മാത്രം. പിന്നെ ക്വിക്കായിട്ടുള്ള റെഫറൻസ് നോട്ട്സ്, ഫോർമുലകൾ മാത്രം എഴുതി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഗേറ്റ് എക്സാമിന് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ കുറച്ച് റെഫറൻസ് നോട്ട്സ് ക്വിക്കായിട്ടുള്ളത് എഴുതി വയ്ക്കുക. പിന്നെ പേപ്പറുകൾ ഇഷ്ടപ്രകാരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവസാനത്തെ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഷുവർ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഉറപ്പാണെങ്കിൽ മാത്രമേ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇനി ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് MCQ അല്ലാത്തത്, ഓപ്ഷൻസ് ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതിന് നിങ്ങൾ അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വാല്യൂ, ഫ്ലൂക്കിനെങ്ങാനും കിട്ടിയാലോ, അതുകൊണ്ട് അറിയില്ലെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഫിൽ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിനി ഗേറ്റ് CS ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ടോപ്പിക്, കോമൺലി സീൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് നോട്ട്സാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർക്ക് എന്ന് പറയുന്ന സിസ്റ്റം കോളിനെ പറ്റിയിട്ടാണ്. ഈ സിസ്റ്റം കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൈൽഡ് പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒന്നും ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതൊരു പ്രോസസ് ID റിട്ടേൺ ചെയ്യും. ഇനി ദ പേർപ്പസ് ഓഫ് ഫോർക്ക്, ആസ് ഐ ഓൾറെഡി സെഡ്, ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സും ആ ഫോർക്ക് സിസ്റ്റം കോൾ വിളിച്ച പ്രോസസ്സ് പാരൻറ്റ് പ്രോസസ്സും ആകുന്നു. ഇനി ആ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആയതിനു ശേഷം ഈ രണ്ട് പ്രോസസ്സുകളും അതിന് ശേഷം വരുന്ന കമാൻഡ്സ് സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യും. അതായത് അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കും. ഇനി ഫോർക്ക് എന്നുള്ള സിസ്റ്റം കോൾ വിളിച്ചതിന് ശേഷം അതിൻ്റെ റിട്ടേൺ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആയിട്ടില്ല. അതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചൈൽഡ് പ്രോസസ്സിൻ്റെ പ്രോസസ് ID ആണ്. ഇത്രയുമാണ് ഫോർക്കിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ്. ഇനി ഗേറ്റിന് ആവശ്യമായിട്ടുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, N പ്രാവശ്യം നമ്മൾ ഫോർക്ക് എന്നുള്ള സിസ്റ്റം കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 2n-1 ചൈൽഡ് പ്രോസസ്സുകൾ ഉണ്ടാകും. ഇനി പാരൻറ്റ് പ്രോസസ്സിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2n ആണ്. അപ്പോൾ 2n പ്രോസസ്സിലെ ഒരു പ്രോസസ്സ് പാരൻറ്റ് പ്രോസസ്സും ബാക്കിയുള്ളവരൊക്കെ ചൈൽഡ് പ്രോസസ്സുകളും ആയിരിക്കും. ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി.
നോക്കൂ, ഈ ഒരു എക്സാമ്പിളിൽ ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫോർക്ക് 3 തവണ വിളിച്ചിട്ടുണ്ട്. 3 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സുകൾ എത്രയാണ്? 2⁻3, അതായത് 8. ഞാൻ ചോദിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സുകളാണ്, അല്ലാതെ ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സുകൾ അല്ല. അപ്പോൾ 2⁻3 എന്ന് പറയുന്നത് 8 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ആ 8 ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സുകളും അതിന് ശേഷം വരുന്ന പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 8 തവണ ഹെല്ലോ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഗേറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഗേറ്റ് 2008 ക്വസ്റ്റ്യൻ ആണിത്. ഫോർ i = 0, i <n, i++, ഫോർക്ക്, അതായത് n ടൈംസ് അവിടെ ഫോർക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സുകൾ എത്രയാണ്? ഇത് നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഫോമിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 2⁻n-1 ആണ് ഇതിൻ്റെ ഉത്തരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര തവണ ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഗേറ്റ് 2012 ക്വസ്റ്റ്യൻ ആണ്. എ പ്രോസസ് എക്സിക്യൂട്ട്സ് ദി കോഡ് ഫോർക്ക് ഫോർക്ക് ഫോർക്ക്. ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സസ് ക്രിയേറ്റഡ് ഇസ്, ഇവിടെ എത്ര പ്രാവശ്യം ഫോർക്ക് വിളിച്ചിട്ടുണ്ട്? 3 തവണ. സോ യു ഡു ദ മാത്ത്, ദ ആൻസർ ഇസ് 7. അടുത്ത ക്വസ്റ്റ്യൻ 2019 വന്നതാണ്. ഫോർ i = 0, i <10, i++, ഇഫ് i മോഡുലസ് 2 = 0, അങ്ങനെയാണെങ്കിൽ മാത്രം ഫോർക്ക്. അപ്പോൾ എത്ര പ്രാവശ്യം i മോഡുലസ് 2 = 0 ആകുന്നുണ്ടെന്ന് നോക്കാം. 0-ലാകും, 2-ലാകും, 4-ലാകും, 6-ലാകും, 8-ലാകും. 10 എത്തുന്നില്ല. അങ്ങനെ 5 തവണയാണ് ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യു ഡു ദ മാത്ത്, ഉത്തരം 31 ആയിരിക്കും. അപ്പോൾ എവിടെയൊക്കെ ചൈൽഡ് പ്രോസസ്സുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടോ അവിടെ 2⁻n-1ഉം, ടോട്ടൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ 2⁻n-ഉമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഗേറ്റ് സീരീസിലെ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ കോമൺലി ആസ്ക്ഡും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ പ്രോബ്ലംസും ഫോർമുലയും ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.